ഇന്ന് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ മോശയുടെ ജീവിതത്തെ അവതരിപ്പിച്ചുകൊണ്ട് എന്താണ് വിശ്വാസം എന്ന് പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള, നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു വാക്യം ഇവിടെ പറയുന്നുണ്ട്. അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ സഹിച്ച് നിൽക്കുന്നതാണ് വിശ്വാസം. വിശ്വാസം എന്നത്, സ്നേഹമുള്ളവരെ, ഇരുട്ടത്ത് ടോർച്ച് അടിക്കുന്നത് പോലെയല്ല, മറിച്ച് സൂര്യൻ ഉദിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇരുട്ടത്ത് ധൈര്യമായി നിൽക്കുന്നത് പോലെയാണ്. നമ്മൾ ഈ പഴയ നിയമത്തിൽ മോശയുടെ ജീവിതം, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ളവരുടെ യാത്ര നടത്തുമ്പോൾ ഓരോ സംഭവങ്ങളും നോക്കിക്കാണുമ്പോൾ മോശയുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ആഴം കാണാനായിട്ട് സാധിക്കും. ഫറവോയുടെ മുമ്പിൽ മോശ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് അക്കാലത്ത് ഏറ്റവും വലിയ ചക്രവർത്തിയും കഠിന ഹൃദയനുമായ ഫറവോയുടെ സിംഹാസനത്തിന് മുൻപിൽ പേടിച്ചു നിൽക്കുന്ന മോശയെയാണ്. പക്ഷെ മോശ കാണുന്നത് ഫറവോയേക്കാൾ വലിയവനും രാജാതിരാജാവുമായ ദൈവത്തിൻ്റെ അധികാരത്തെയാണ്. ചെങ്കടലിനും ഫറവോയുടെ സൈന്യത്തിനും ഇടയിൽപ്പെട്ട് തൻ്റെ ജനത്തോടൊപ്പം മോശ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ചെങ്കടലിൻ്റെ ആഴവും വഴിയടഞ്ഞ അവസ്ഥയുമാണ്. മോശ കാണുന്നതോ ആഴക്കടലിലും വഴിയൊരുക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരത്തെയാണ്. വാഗ്ദത്ത ദേശത്തേക്ക് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ വന്യതയും അവിടെ പതിയിരിക്കുന്ന ദാഹവും വിശപ്പും മരണവും ഒക്കെയാണ്. മോശ കാണുന്നതോ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെയിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലാണ്. ആ യാത്രയിലുടനീളം ഇസ്രായേൽ ജനത്തെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജനങ്ങളുടെ നന്ദികേടും അവർ നിരന്തരം ഉയർത്തിയ പിറുപിറുപ്പുകളും കലഹങ്ങളുമാണ്. മോശ കാണുന്നതോ തൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ അതിരറ്റ ക്ഷമയാണ്. മോശയെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രായമേറിയ, സംസാരിക്കാൻ വിക്കുള്ള ഒരു സാധാരണ മനുഷ്യനെയാണ്. മോശ കാണുന്നതോ ബലഹീനതകളിൽ തന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് പ്രതിസന്ധികൾ, ഇരുട്ട് നിറഞ്ഞ അവസ്ഥകളൊക്കെ നമ്മൾ കാണും. ആ സാഹചര്യങ്ങളിലും ആ പ്രതിസന്ധികളിലേക്ക് മാത്രം നമ്മുടെ നോട്ടം കുടുങ്ങിപ്പോകാതെ ആ ഇരുട്ടിലും ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കും എന്നുള്ള ഉറപ്പോടുകൂടി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു പ്രതിസന്ധികൾ, വലിയ വലിയ പ്രതിസന്ധികൾ, അതൊക്കെ കടന്നു പോകും. ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ അതൊക്കെ കടന്ന് സമാധാനത്തിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക്, സന്തോഷത്തിലേക്ക്, ശാന്തിയിലേക്ക്, രക്ഷയിലേക്ക്, വിശുദ്ധിയിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കും.